കണ്ടെങ്കിലേ അതെന്റെ മരുമോളെ ആവില്ല. എല്ലാരും നിന്നെ പോലെയാണെന്നാണോ നീ കരുതിയിരിക്കുന്നത്? മങ്കൊമ്പിൽ കുടുംബത്തിൽ വന്നു കയറുന്ന പെണ്ണുങ്ങളെന്ന് പറഞ്ഞാലേ അവരടക്കോ ഒതുക്കോ ഉള്ളവരാ. ഈ ഉണ്ണിത്താൻ വരയ്ക്കുന്ന വരയെന്ന് ഒരടി അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങില്ല. മീരയായാലും നിളയായാലും. ഞാൻ കണ്ട കാര്യം ഇടീ ഹോം സയൻസുകാരി, നിന്നെ ഈ ഫ്ളാറ്റിലുള്ളവരെ മൊത്തം വിളിക്കുന്നത് മാച്ച് ബോക്സ് എന്നാ. തീപ്പെട്ടി. ഈ ഉണ്ണിത്താന്റെ കുടുംബത്തിൽ കയറി കൊള്ളിയരയ്ക്കാൻ വന്നതുണ്ടല്ലോ, മൂടടക്കം കത്തിച്ചു കളയും ഞാൻ. ഓ പൊടി വേരണം കേട്ടവളെ. അമ്മേ ചായ എത്തി മോനെ. ഉഴുന്നോടെ ഇഷ്ടല്ലേടാ? നിള ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, പോയി ഫ്രഷ് ആയിട്ട് വന്നിട്ട് കഴിക്കാം. ഞാൻ പിന്നെ കഴിച്ചോളാമേ. ചൂട് പോയാ അതിന്റെ രസം പോവും. നല്ല കുട്ടിയായിട്ട് അങ്ങോട്ട് എഴുന്നേറ്റേ. ഒന്ന് നിന്നേ. പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വാ. നിങ്ങളോട് തന്നെയാ പറഞ്ഞത്, നോക്കണ്ട. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി. ഇല്ല മോളെ, ഞാൻ കൊണ്ടുവരാം. ചെല്ല്. എന്തോന്ന്? ഒരു തുലാമഴയായി ചാറുന്നു പെയ്തു തീരാതെ കാലമോരോ പടിചാരി മാഞ്ഞാലും മതിവരാമനമായി ഞാനെന്നും കാത്തു നിൽക്കുന്നു. അമ്മേ, മുത്തശ്ശന് മരുന്ന് കൊടുത്തോ? രാവിലത്തേക്ക് എന്താ? എന്താ അമ്മേ? എന്തു പറ്റി? അയ്യേ, എന്താ ഇത്? ഞാൻ അദ്ദേഹത്തോട് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. എപ്പോഴെങ്ങനെ മറ്റുള്ളവരുടെ കാര്യം മാത്രം തലയിലിട്ടോണ്ട് നടക്കാതെ വല്ലപ്പോഴുമെങ്കിലും സ്വന്തം കാര്യം കൂടി ആലോചിക്കമ്മേ. ഇതൊക്കെയല്ലേ മോളെ എന്റെ കാര്യങ്ങൾ. അമ്മേ, ആ അരവിന്ദ്രാജ എന്ത് തെറ്റാ ചെയ്തേ? അമ്മ മറന്നു വെച്ച ഫോൺ തരാനല്ലേ അദ്ദേഹം വന്നത്?
ശരിയാ മോളെ, ഞാൻ തെറ്റാ ചെയ്തത്. മനുഷ്യനല്ലേ അമ്മ, ഇടയ്ക്ക് ചില അബദ്ധങ്ങളൊക്കെ പറ്റും. അതിനുവേണ്ടി സ്വയം ഇങ്ങനെ ശിക്ഷിച്ചത് മതിയായില്ലേ? എല്ലാവരും നിറച്ചുകൂട്ടുന്ന എന്റെ അമ്മക്കുട്ടി ഇന്ന് ഭക്ഷണം തൊട്ടിട്ടില്ല ഇതുവരെ. ഈ നിള ഇവിടെ ഉള്ളപ്പോ അതൊന്നും സമ്മതിച്ചു തരില്ല. ദാ, അമ്മ കഴിച്ചേ. എനിക്ക് വേണ്ട മോളെ. ഹ, അതെന്തു വർത്താനോ അമ്മേ? ഈ മരുമോളോട് സ്നേഹം ഉണ്ടെങ്കിൽ ഒരുരുള കഴിക്കണം അമ്മ. കഴിക്ക. ഇനി അമ്മയുടെ നിഖിൽ മോന് വേണ്ടി ഒരു ഉരുള. എനിക്ക് വേണ്ട മോളെ. ഓഹോ, അപ്പൊ എന്റെ നിഖിലിനോട് സ്നേഹമില്ല അല്ലേ? ദാ, നിഖിലിനോട് സ്നേഹം ഉണ്ടെങ്കിൽ ഈ ഉരുള. അങ്ങനെ. ഇനിയാണ് നമ്മുടെ മുത്തശ്ശന്റെ വക. ദാ, വേണ്ടടാ, അമ്മ കാത്തിരിക്കുന്നുണ്ടാവും. അവിടെ ഇരിക്കട്ടെ, അമ്മയ്ക്ക് വേറെന്താ പണി? ഈ ഒരൊറ്റ കാരണം മതി ഞാൻ നിന്നെ വേണ്ടാന്ന് വെക്കാൻ. അമ്മ എന്നെയായിരിക്കും വിളിക്കുന്നത്. അല്ല, ഓഫീസിൽ നിന്ന്. സർ പറയൂ. ഞാൻ പ്രസന്റേഷൻ തയ്യാറാക്കി മെയിൽ ചെയ്തിരുന്നു. എന്ന്? 2 ദിവസം. നാളെ തന്നെ പോണോ? ഇത്ര ഷോർട്ട് നോട്ടീസിൽ ഇങ്ങനെ? സർ, ഞാൻ രാത്രി പറയാം. ഓക്കെ, താങ്ക് യു സർ. ഞങ്ങളുടെ ഓഫീസിന്റെ ഒരു കോൺഫറൻസ് ആലപ്പുഴ നടക്കുന്നുണ്ട്. എന്റെ ടീമിൽ നിന്ന് ഞാൻ തയ്യാറാക്കിയ പ്രസന്റേഷനാ അവതരിപ്പിക്കുന്നത്. പോകാൻ നേറ്റിരുന്ന കുട്ടിയുടെ അമ്മ മരിച്ചു. പകരം എന്നോട് പോകാൻ പറഞ്ഞു. നീ പോവാന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെയാടാ? അമ്മയോട് ചോദിക്കണ്ടേ? കല്യാണത്തിന് മുമ്പ് സ്വതന്ത്രമായ ചിന്തകളുണ്ടായിരുന്ന പെൺകുട്ടി ഇപ്പൊ അമ്മ കുട്ടിയായോ? അതല്ലടാ, മുത്തച്ഛനും നാട്ടിലേക്ക് പോയി. ഞാനും കൂടി പെട്ടെന്ന് പോവാന്ന് പറയുമ്പം ഈ പറയുന്ന നീ ഞാൻ പോകുന്ന സമയത്ത് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് കണ്ടോ? അതപ്പോ പാലും കുങ്കുമപ്പൂവും ബദാമും കൂടെ ചേർത്ത് മിക്സാ ഏറ്റവും നല്ലത്. ആണോ? അതെങ്ങനെയാ? ബദാം പൊടി പാലില് കുഴച്ച് പേസ്റ്റ് പോലെ ആക്കണം. പാലില് 1-2 കുങ്കുമപ്പൂ ഇട്ടേ അലിയിച്ച ശേഷം പൊടിയും പാലും നന്നായിട്ട് യോജിപ്പിക്കണം. അത് കഴിഞ്ഞ് ഫേസ് പാക്ക് ആയിട്ട് മുഖത്തിട്ടാ മതി. രാസവസ്തുക്കളൊന്നും ഇല്ലല്ലോ. ഇത് സോഫ്റ്റ് ആയതുകൊണ്ടേ കണ്ണിന്റെ താഴെയും ഉപയോഗിക്കാം. ഈ മീര ചേച്ചിക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം. ഇതാണോ മീര ചേച്ചി ഉപയോഗിക്കുന്നേ? ഞാനിതൊന്നും ഉപയോഗിക്കാറില്ല. നിലയ്ക്ക് വേണ്ടി ഓരോന്ന് നോക്കി വെക്കുന്നതാ. അങ്ങനെ വേണം അമ്മായിമ്മമാരായ. എനിക്കും ഉണ്ട് ഒരെണ്ണം. എടുത്ത് അടുപ്പി വെക്കാനേ കൊള്ളൂ. പാൽപ്പാട എടുത്ത് വെക്കണമെന്ന് പറഞ്ഞ പോലെ മറവിയാ. പ്രായമായിട്ട് വരികയല്ലേ വിമലെ, കുറച്ചു മറവിയൊക്കെ ഉണ്ടാവും. എന്റെ ചേച്ചി പ്രായത്തിന്റെ ഒന്നും അല്ല, മനഃപൂർവ്വം എന്നെ ദ്രോഹിക്കാനായിട്ടാ. മനഃപൂർവ്വമൊക്കെ ആരെങ്കിലും അങ്ങനെ ചെയ്യോ? എന്റെ മീരച്ചി, ഈ കിളവന്മാരും കിളവികളൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നല്ല വിളഞ്ഞ വിത്തുകളാ. ഓരോന്ന് ചെയ്തുണ്ടാക്കിയിട്ട് അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തെ നിൽക്കും. എന്ന മനസ്സറിഞ്ഞൊന്ന് കൈവെക്കാൻ പറ്റുമോ? മൊത്തത്തിൽ ഒടിഞ്ഞു മറിഞ്ഞ് താഴെ കിടക്കും. പിന്നെ നമ്മൾ അതിന്റെ പിന്നാലെ തൂങ്ങേണ്ടി വരും. അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യില്ലേ വിമല? മീര ചേച്ചി എന്തിനാ അതുങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നേ? ഓ, അച്ഛൻ ഞങ്ങളുടെ ഒരു സോഴ്സിൽ നിന്നാണ് അഡ്രസ് കിട്ടിയത്. ഇത്തവണത്തെ കോമ്പറ്റീഷൻ ഒരു പ്രത്യേക രീതിയിലാണ്. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം. മത്സരിക്കാൻ എത്തുന്നവർക്ക് പാചകത്തിന് ആവശ്യമായ സാമഗ്രികളെല്ലാം ഞങ്ങൾ നൽകും. അതുപയോഗിച്ച് എന്തും ഉണ്ടാക്കാം. അത് കഴിച്ചിട്ട് ഏതാണ് നല്ലതെന്ന് പറഞ്ഞാൽ മാത്രം മതി. അത്രേ ഉള്ളൂ. അയ്യോ, അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല.
അങ്ങനെ പറയരുത് മാഡം. ഞങ്ങളുടെ മെയിൻ ജഡ്ജിന്റെ കണ്ടീഷനാണ് രണ്ടാമത്തെ ജഡ്ജ് ഒരു വീട്ടമ്മയാവണമെന്ന്. സത്യത്തിൽ അദ്ദേഹമാണ് നിങ്ങളുടെ പേര് നിർദ്ദേശിച്ചത്. അതാരാ? സാറിന്റെ പേര് പറയണോ? അരവിന്ദ് രാജ. പാചകം ജോലിയാക്കിയവരല്ല, പാചകം സ്നേഹമാക്കിയവരാണ് ഈ മത്സരത്തിന് വിധി പറയേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ഹലോ, ഞാൻ മീരയാണ്. നിങ്ങളയച്ച ആളുകൾ വന്നു പോയിട്ടോ. ഞാൻ അയച്ച ആളുകളോ? അവരങ്ങനെയാ പറഞ്ഞത്. ഏതോ ഒരു പരിപാടിക്ക് ഞാൻ ജഡ്ജാവണോന്ന് പറഞ്ഞു. ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞു കേട്ടോ. നന്നായി ആലോചിച്ചിട്ട് തന്നെയാണോ മീര അങ്ങനെ പറഞ്ഞത്? കുക്കിംഗ് കോമ്പറ്റീഷന് ഭക്ഷണം കഴിച്ചു നോക്കിയിട്ട് അതിൽ കൊള്ളാവുന്നത് ഏതാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. വളരെ എളുപ്പം. നമ്മൾ എളുപ്പമെന്ന് കരുതുന്നതാവും യഥാർത്ഥത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുന്ന കാര്യം. നിളയനോട് ഇന്നലെ പറഞ്ഞിരുന്നു താങ്കളെ വിളിക്കണമെന്ന്. പക്ഷെ എനിക്ക് സാധിച്ചില്ല. ഞാൻ മറന്നുവെച്ച ഫോൺ തരാൻ വേണ്ടിയല്ലേ സാർ വന്നത്. പക്ഷെ അതൊരു വലിയ വഴക്കായിട്ട് മാറി. ഓ, ഇറ്റ്സ് ഓക്കെ. അച്ഛന്റെ മനസ്സ് വിഷമിക്കുന്നത് എനിക്ക് സഹിക്കില്ല. ബിപിയും ഷുഗറും ഒക്കെ ഉള്ള ആളാ. അതാ ഞാൻ സാറിനോട് അങ്ങനെയൊക്കെ. താങ്ക്സ്. എന്തിന്? നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതെന്ന് കരുതുന്ന കാര്യങ്ങൾ ചിലപ്പോ എളുപ്പമാവും. അച്ഛനോട് സംസാരിച്ചപ്പോ അത് മീരയ്ക്ക് വിഷമാവോന്ന് ഞാൻ മനസ്സിലാക്കണമായിരുന്നു. ഇനി എനിക്ക് അച്ഛനെ കൂടുതൽ മനസ്സിലാവും. മീരെ, അയ്യോ, ഇവിടെ നല്ല മഴയാ. സൂക്ഷിക്കണേ. അത്യാവശ്യത്തിന് മാത്രമേ പുറത്തു പോവാവൂ കേട്ടോ. അതിന്റെ ആവശ്യമില്ലമ്മേ. മീറ്റിംഗ് ഒക്കെ ഞാൻ താമസിക്കുന്നിടത്ത് തന്നെയാ. നിഖിൽ ഇതുവരെ വിളിച്ചില്ല മോളെ. അവൻ ഓഫീസിൽ എത്തിയിട്ടുണ്ടോ ആവോ? അയ്യോ അമ്മേ, അവൻ എത്തിയെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു. അമ്മയെ വിളിക്കണേന്ന് ഞാൻ ആ പൊട്ടനോട് പറഞ്ഞതാ. നിക്ക്, ഞാൻ അവനെ വിളിച്ച് 2 എണ്ണം പറയട്ടെ. അയ്യോ, അതൊന്നും വേണ്ട. വേണ്ട മോളെ. അവൻ എത്തിയെന്ന് അറിഞ്ഞല്ലോ, അത് മതി. മഴയുടെ വാർത്ത മാത്രമേ ടി വി കാണിക്കുന്നുള്ളൂ. എല്ലായിടത്തും വെള്ളം കയറിക്കൊണ്ടിരിക്കുക. ചിലയിടത്തൊക്കെ ആണെങ്കിൽ വണ്ടികൾ വെള്ളത്തിൽ മുങ്ങി. അയ്യോ, അതൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനാവുന്നു. അമ്മേ, ആ TV ഒന്ന് ഓഫ് ചെയ്ത് വെക്ക്. അപ്പൊ പകുതി സമാധാനാവും. എന്നിട്ട് നിഖിലിനെ വിളിച്ച് സംസാരിക്കും. ഞാൻ പറയണോ അവനോട് വിളിക്കാൻ? വേണ്ട മോളെ, ഞാൻ അവനെ വിളിച്ചോളാം. ശരി അമ്മ, എന്നാ ഞാൻ വെക്കാം. ശരി മോളെ. ആ പിന്നെ, എന്നെ വിളിച്ചിട്ട് കോൾ എടുക്കാതെങ്ങാനും വന്നാ ടെൻഷൻ ആവണ്ട കേട്ടോ. ഞാൻ ചിലപ്പോ മീറ്റിംഗിലായിരിക്കും. മിസ് കോൾ കണ്ടാ തിരിച്ചു വിളിച്ചോളാം. ശരി മോളെ, സൂക്ഷിക്കണേട്ടോ. ശരി. ചേച്ചി, നിഖിൽ ഇന്ന് ബൈക്കിലാണോ പോയത്? അതെ. അതാ പേടിക്കണ്ട. ഈ മഴയില്ലെങ്കിൽ തന്നെ ആ സാധനത്തിൽ ഇരിക്കാൻ എനിക്ക് പേടിയാ. എന്തൊരു മഴയാ ചേച്ചി ഇത്. പിന്നെ ഈ കാറോ ജീപ്പോ പോലാണോ? 2 ടയറിലല്ലേ ആ സാധനം നിൽക്കുന്നത്. ഒരു മണിക്കല്ലേ കേറിയ ബാലൻസ് പോയി ആള് റോട്ടിലാവും. അയ്യോ, എന്തോ ആയിരിക്കും. ചേച്ചി, ഈ മീറ്റർ വെച്ച് കുഴിയുള്ള നമ്മുടെ റോട്ടിലെ ബൈക്ക് പറ്റത്തില്ല. ഈ തമ്പാനൂരൊക്കെ ആണെങ്കിലേ ഒരു മഴ പെയ്താ റോഡ് ഏതാ തോടേതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാ. ആ
ആ ചേച്ചി, പിന്നെ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു സംഭവം. നമ്മുടെ നിഖിലിന്റെ പ്രായത്തിലുള്ള ഒരു പയ്യൻ ഇതുപോലെ തമ്പാനൂരിലൂടെ ബൈക്കിലൂടെ പോവാ. മഴയും കാറ്റും ഒന്നും ഇല്ല. ചെറിയൊരു ഗട്ടറിൽ ചാടി ബൈക്കിന്റെ ബാലൻസ് അങ്ങ് തെറ്റി. ബൈക്ക് സ്ലിപ്പായി ചെറുക്കൻ താഴെ. തൊട്ട് പിന്നാലെ വന്ന പ്രൈവറ്റ് ബസ് ചെറുക്കന്റെ തലേ കൂടെ കയറി. എന്റെ ചേച്ചി, എനിക്ക് പറയാൻ വയ്യോ. അതുപോലൊരു കാഴ്ച എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അവനും കാണില്ലേ ഇതുപോലെ കാത്തിരിക്കാൻ വീട്ടിലൊരമ്മ. ആ ചെറുക്കന് ഹെൽമെറ്റ് ഒന്നും ഇല്ലായിരുന്നേ. ചേച്ചി, നിഖില് ഹെൽമെറ്റ് എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഇല്ല. ഫോൺ വിളിച്ചു നോക്കിയായിരുന്നോ? വിളിച്ചിട്ട് സ്വിച്ച് ഓഫാ. അല്ലെങ്കിൽ ഒരു അത്യാവശ്യ സമയത്ത് ഈ ഫോണൊന്നും ഉപകരിക്കില്ല. നമുക്കൊരാപത്തോ അത്യാഹിതമോ ഉണ്ടായാൽ ആ ഫോൺ വേറെ ആർക്കെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ? എല്ലാത്തിലും ഫിംഗർ പ്രിന്റ്, നമ്പർ ലോക്കും ഒക്കെ അല്ലേ. ആ ചെറുക്കന്റെ ഫോൺ തന്നെ ചോര പറ്റി റോഡിൽ കിടക്കുന്നു. ആരാ എന്താന്നൊന്നും തിരിച്ചറിയാതെ. ന്യൂസ് ചാനലൊന്നും മാറ്റ്. മഴ കണ്ടു മടുത്തു. വല്ല പാട്ടും വെക്ക്. ഹലോ, രഞ്ജിത്ത് അല്ലേ? ആ അതെ. നിഖിലുണ്ടോ അവിടെ? ആ ഉണ്ട്, കൊടുക്കാം. ആ, നിനക്കാ? ആരാ? ഹലോ, ഞാൻ അരവിന്ദ് രാജയാണ്. നിഖിലിനെ പറ്റി ഒരു വിവരവും ഇല്ലാത്തോണ്ട് അമ്മ ആകെ വിഷമിച്ചിരിക്കുക. ഒന്ന് സംസാരിക്കാം അവരോട്. ഹലോ മോനെ. ആ പറയ്. മോനെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുഴപ്പോ? എനിക്കെന്ത് കുഴപ്പം? ഞാൻ എത്ര പ്രാവശ്യം നിന്നെ വിളിച്ചു എന്നറിയാമോ? എല്ലായിടത്തും വെള്ളം കയറി കിടക്കുകടാ. നീ എവിടെയാണെന്ന് പോലും അറിയാതെ. ഫോണിന്റെ ചാർജ് തീർന്നതാ അമ്മേ. ഇപ്പൊ കുത്തിയിട്ടിട്ടുണ്ട്. നീ എന്നോട് പറഞ്ഞില്ലല്ലോ അങ്ങോട്ട് പോവെന്ന്. നീ വരുന്നത് നോക്കി ഞാനിവിടെ എത്ര നേരമായിട്ട് ഇരിക്കുന്നു എന്നറിയാമോ? ഓഫീസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് ഞങ്ങൾ ഫ്രണ്ട്സ് പ്ലാൻ ചെയ്തതാ രഞ്ജിത്തിന്റെ വീട്ടിൽ കൂടാന്ന്. ഒന്നോ രണ്ടോ തവണ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് കരുതി അമ്മ എന്തിനാ ഈ നാട്ടുകാരെ മൊത്തം അറിയിക്കുന്നത്? അമ്മ ഇപ്പൊ എവിടെയാ? വീട്ടിലോ അതോ രാജ് കിഷനിലോ? ഞാൻ വീട്ടിൽ തന്നെയാ മോനെ. അയാൾ അങ്ങോട്ട് വന്നോ? ഇടയ്ക്ക് സാറിന്റെ കോള് വന്നപ്പോ ഞാൻ പറഞ്ഞു നീ വന്നിട്ടില്ലെന്ന്. നിന്നെ കിട്ടാതെ വന്നപ്പോഴുള്ള ആദ്യ കൂടി ആയുസ് പകുതിയായി. ഞാൻ എന്താ അമ്മ സ്കൂൾ കുട്ടിയാണോ വെറുതെ പേടിക്കാൻ? സാരമില്ല മോനെ, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലാന്നറിഞ്ഞല്ലോ. അമ്മയ്ക്ക് അത് മതി. രാവിലെ അങ്ങോട്ട് വന്നോളാം അമ്മേ. നേരം വെളുക്കുമ്പോ തന്നെ വരണേ മോനെ. ആ മോനെ, ഒരു നിമിഷം. എന്താ? നീ കഴിച്ചോ? അമ്മേ, അയാളുടെ മുന്നിൽ വെച്ച് ഇങ്ങനത്തെ പൊട്ട ചോദ്യം ചോദിക്കല്ലേ. മോനെ നിക്ക്. ഈസ് എവരിത്തിങ് ഓക്കെ? ആഹാ, കറണ്ട് വന്നല്ലോ. നിങ്ങൾ വന്നത് നന്നായി. അല്ലെങ്കിൽ ഞാൻ എന്റെ പൊട്ടത്തരം കൊണ്ട് എന്ത് ചെയ്യാനാ? അയ്യോ, സാറാകെ നനഞ്ഞല്ലേ വന്നത്. ഞാനൊരു ടവൽ എടുത്തിട്ട് വരാം. വേണ്ട, നനഞ്ഞതൊക്കെ ഉണങ്ങി. നട. ഭാര്യ വിളിച്ചപ്പോഴേ എന്തൊരു ഭവ്യത. കല്യാണത്തിന്റെ പുതുമോടി മാറിക്കഴിഞ്ഞ അതങ്ങനെ. പെണ്ണിന്റെ ഭരണം തുടങ്ങും. ഭരിക്കുന്നവൾ ഭാര്യയും ഭരിക്കപ്പെടുന്നയാൾ ഭർത്താവുമായിരിക്കും. നിഖിൽ, സത്യം പറ, നീ പാത്രം കഴുകാൻ പഠിച്ചോ? അവൻ കഞ്ഞി വെക്കാനും വീട് കഴുകി തുടച്ചിടാനും മാത്രമേ പഠിച്ചിട്ടുള്ളൂ. മിണ്ടാതിരിക്കടാ. നിഖിലേ, ഉള്ള സത്യം പറയാലോ, അമ്മയ്ക്ക് അടുക്കളയുടെ മണമാണ്. ചിലപ്പോ സാമ്പാറിന്റെ, ചിലപ്പോ ഉള്ളി നെയ്യോട്ട് മൂപ്പിച്ചു വെച്ച ചോറിന്റെ. അങ്ങനെ നമ്മൾ തള്ളി വിടാറുണ്ടല്ലോ.
എന്തിനാ? അത് കേൾക്കുന്ന ആവേശത്തില് ആ പാവം അടുക്കളയ്ക്ക് ചുറ്റും കുറ്റിയെ കെട്ടിയ പശുവിനെ പോലെ കറങ്ങിക്കൊണ്ടിരിക്കും. നിങ്ങളവിടെ ഒന്നും ചെയ്യണ്ട. വെറുതെ ആഹാരം രുചിച്ചു നോക്കിയിട്ട് അതെങ്ങനെയുണ്ടെന്ന് പറയുക. ബാക്കി എനിക്ക് വിട്ടേക്ക്. പിന്നെ സാധാരണ വീട്ടമ്മമാരുടെ കോമ്പറ്റീഷനാ. നിങ്ങളാണ് അവിടെ ജഡ്ജാവേണ്ടതെന്ന് എനിക്ക് തോന്നി. എനിക്ക് പക്ഷെ അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ആകെ കൺഫ്യൂഷൻ ആവും. ഞാനുണ്ടല്ലോ കൂടെ. ചോറും കറികളും ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ആ കോമ്പറ്റീഷന്റെ കാര്യം സീരിയസ് ആയിട്ട് എടുക്കണം. ഒരു കുഴപ്പവും ഉണ്ടാവില്ലെന്ന് ഉറപ്പു വരുന്നത് ഞാന്. മീര മാമിന്റെ രസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പോട്ടെ ഞാൻ. പോട്ടേന്നല്ല, പോയിട്ട് വരട്ടെ എന്നാ പറയണ്ടേ. മോനെ, എവിടെയായിരുന്നടാ നീ? എലൈറ്റിനായി മികച്ച വീട്ടമ്മയെ തിരഞ്ഞെടുക്കാൻ എത്തുന്നു. മീഡിയയിൽ മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഷെഫ് അരവിന്ദ് രാജ. വീടിനെ കുടുംബമാക്കുന്ന തിരക്കിട്ട ഓട്ടത്തിനിടയിൽ ഇവിടെ എത്താൻ സന്മനസ്സും സമയവും നൽകിയ എല്ലാ വീട്ടമ്മമാർക്കും ഹോം മേക്കർ കുക്കിംഗ് കോമ്പറ്റീഷനിലേക്ക് സ്വാഗതം. അവതാരക പറഞ്ഞതുപോലെ വ്യത്യസ്തമായൊരു മത്സരമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അതിൽ വിധി പറയാൻ എത്തിയിരിക്കുന്നു നമ്മുടെ സ്വന്തം ജഡ്ജ് മീര മാം. ചേച്ചി, ഞാനുണ്ടാക്കിയ ക്യാരറ്റ് ഹൽവ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പിന്നെ ഈ ചക്കപ്പായസം പോലെ ഇത് ഞാൻ പഠിപ്പിച്ചിരുന്നുണ്ട്. ചേച്ചി, എനിക്കല്ലേ ഫസ്റ്റ്? ചേച്ചി, മാഡം, ജഡ്ജസ് ആണ് വിധി പറയേണ്ടത്. ഇവിടൊക്കെ എവിടുന്ന് കിട്ടിയോന്തോ? എവിടെയെങ്കിലും കോമ്പറ്റീഷൻ നടക്കുമ്പോ അരക്ക് താഴെ ഒരു സാരിയും ചുറ്റി അങ്ങ് ഇറങ്ങിക്കോളും. എവിടുന്ന് വന്നോന്തോ? വിമല പ്ലീസ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടെ വന്നതുകൊണ്ട് സമയം പാഴായില്ല. വിഭവങ്ങൾ ഒന്നിനൊന്ന് മെച്ചം. പക്ഷേ വിധി പറയുന്നതിന് മുമ്പ് നമ്മുടെ സ്പെഷ്യൽ ജഡ്ജ് നമ്മളോട് 2 വാക്ക് സംസാരിക്കും. അയ്യോ, ഞാനോ? മാം പ്ലീസ്. ഞാനിപ്പോ എന്താ പറയാ? വെറുതെ ഇതുപോലെ 2 വാക്ക് സംസാരിച്ചാ മതി. നിങ്ങളെ എല്ലാവരെയും പോലെ ഒരു വീട്ടമ്മയാ ഞാനും. ഇവിടെ തരുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞാ
അതെന്തുമാത്രം ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. മറ്റാരെക്കാളും നന്നായിട്ടറിയാം. പക്ഷെ എല്ലാവരും വളരെ നന്നായി പാചകം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും ഈ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നു എന്ന്. അത് പറ്റില്ലല്ലോ മാം. മത്സരമാകുമ്പോ ഒരു വിജയി വേണം. ആ ആളെ കണ്ടെത്താനാണ് നമ്മളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട വിഭവങ്ങളാവുമ്പോ വിധി പറയാൻ വളരെ പ്രയാസമാണ്. എന്നാലും 3 വിജയികളെയാണ് നമ്മൾ ഇവിടെ പ്രഖ്യാപിക്കുന്നത്. 3ാം സ്ഥാനം നേടിയത് വളരെ വ്യത്യസ്തവും പലർക്കും പരിചയമില്ലാത്തതുമായൊരു വിഭവമാണ് വെറ്റിലവട. അതുണ്ടാക്കിയ രാഗിണിയാണ് 3ാം സ്ഥാനത്തിന് അർഹയായിരിക്കുന്നത്. ആരാ മോളെ പാടുന്നേ? ആ തേൻമൊഴി കേട്ടാൽ അറിഞ്ഞൂടെ വിമല? അവളെ ഇടയ്ക്കിടയ്ക്ക് മൂളാറുണ്ട്. ഇത് പക്ഷെ ഒരു പശുവിന്റെ മൂളലായിപ്പോയി. അവൾ FM-ൽ പാട്ട് വെച്ച് അതിനൊപ്പം പാടാറുണ്ട്. അതാ നല്ലത്. റേഡിയോക്ക് എന്തായാലും ചെവി അയക്കില്ലല്ലോ. എന്റെ അമ്മ ഒരു തമാശ പറഞ്ഞതാ. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല മോളെ, പക്ഷെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാ, പ്രത്യേകിച്ചും ഗസൽ. നിഖിൽ ഓഫീസിൽ നിന്നാ. ഓ എടുക്കണ്ട, ഞാൻ അങ്ങോട്ടല്ലേ പോകുന്നത്. എന്താ നിഖിൽ ഇത്? എന്താ ഈ ടവലുണ്ടോ എവിടെയെങ്കിലും ഉണങ്ങാനിട്ടെ? അതോ? അത് അമ്മ ഇട്ടോളൂ. ഇത്ര ചെറിയൊരു കാര്യത്തിന് നിനക്ക് അമ്മയുടെ സഹായം വേണോ? ചെറിയ കാര്യമായതുകൊണ്ടാ അമ്മ ചേട്ട എന്ന് പറഞ്ഞത്. അല്ലാതെ ഓഫീസിൽ പോയി ഞാൻ ചെയ്യുന്ന ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ അമ്മയ്ക്ക്. എടാ ഇത്രക്ക് സെൽഫിഷ് ആവരുത്. നീ ആ ടവലുണ്ട് ഉണക്കാനിട്, എന്നിട്ട് ആ ഷീറ്റ് മടക്കി വെച്ചേ. നിള, നീ വരുന്നതിന് മുമ്പും ഈ ജോലിയൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു പരാതിയില്ലാതെ അമ്മ തന്നെ ഇതൊക്കെ ചെയ്തിരുന്നത്. എനിക്ക് വേറെ എന്തെല്ലാം ജോലിയുണ്ട്. മുമ്പ് അമ്മ നിന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യിപ്പിച്ചില്ലെങ്കിലേ അത് അമ്മ ചെയ്ത തെറ്റ്. നമ്മുടെ റൂമിലെ ജോലിയൊക്കെ നമ്മൾ തന്നെയാ ചെയ്യേണ്ടത്. അമ്മ ഇതെല്ലാം ഭംഗിയായിട്ട് വിരിച്ചിട്ടിരുന്നതല്ലേ? നമ്മൾ ഉറങ്ങിയപ്പോ ഷീറ്റ് ചുളുങ്ങി, അത് മടക്കി വെക്കേണ്ടതാരാ? അമ്മയാണോ? നീ തല തോർത്തി ടവൽ ഉണങ്ങാനിടേണ്ടതോ അമ്മ. നിഖിൽ ദുർവാശി കളഞ്ഞേക്ക്. 1 മിനിറ്റ് പോലും വേണ്ടി വരില്ല ഈ ഷീറ്റ് മടക്കാനും ടവൽ ഉണക്കാനിടാനും. 1 മിനിറ്റ് പോലും വേണ്ടെങ്കിൽ നീ തന്നെ ചെയ്യേ. നീ തന്നെ ചെയ്യണം നിഖിൽ. എന്തിനാ എപ്പോഴും ഒരു നീ? പിന്നെ നീ ചെയ്യേണ്ട കാര്യം എന്താ ഇവിടെ പ്രശ്നം? എന്താ മോളെ? ഒന്നുമില്ല അമ്മ. ടവൽ ഉണക്കുന്നതും പുതപ്പ് മടക്കുന്നതും അമ്മ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞതാ. ഇവള് ഞാൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് പുറകെ നടക്കുക. ഞാൻ ചെയ്തോളാം മോളെ. എനിക്ക് വേറെ പണിയില്ലേ? ഇങ്ങനെ ചെയ്ത എന്താ അമ്മേ? ആകാശം ഇടിഞ്ഞു വീഴുവോ? അയ്യോ, എന്നാ ഞാൻ തന്നെ ചെയ്യാം. പക്ഷെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട. എല്ലാ ജോലിയും ചെയ്തിട്ട് തോന്നുന്ന നേരത്തെ ചെന്നാലേ. എന്റെ സൗകര്യത്തിനല്ല ഓഫീസ് വർക്ക് ചെയ്യുന്നത്. മോനെ മോനെ, ഞാൻ ചെയ്തോളാം, നീ പോയി കഴിക്കും. എന്തായാലും ടവല് കഴുകാനുള്ളതല്ലേ, പിന്നെന്തിനാ അതിനെ ചൊല്ലിയൊരു തർക്കം? മോൻ പോയി ആഹാരം കഴിച്ചേ. അമ്മേ, അമ്മ അതവിടെ ഇട്ടെ. ഒക്കെ ഞാൻ ചെയ്തോളാം. അമ്മ പോയി അമ്മയുടെ മോന് ഭക്ഷണം കൊടുക്ക. ഞാൻ ചെയ്തോളാം. വേണ്ടമ്മേ, അമ്മ ചെല്ലും. എന്നാ പെട്ടെന്ന് ചെയ്തിട്ട് വാട്ടോ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. പനിയോ? ഡോക്ടറെ കാണാൻ പോണോ? ഞാൻ വേണേ വന്ന് കൊണ്ടുപോവാം. വെറുതെ അമ്മ, അമ്മയ്ക്കിതാ ഒരു കുഴപ്പമില്ല. സത്യം പറഞ്ഞ ഇന്നലെ നല്ല പോലെ എൻജോയ് ചെയ്തു കേട്ടോ അമ്മ. പുതിയൊരു അനുഭവമായിരുന്നു. അതിന് കാരണക്കാരനായത് സാറാ. നന്ദിയുണ്ട് കേട്ടോ. ഹേയ്, എന്തിനാ നന്ദിയൊക്കെ? അവർക്കൊരു പുതിയ അനുഭവമായിരുന്നു എന്ന് കേട്ടത് തന്നെ സന്തോഷം. അതെ, പനിയൊന്നുമില്ലെങ്കിലും അമ്മയെ കാണാൻ ഇങ്ങോട്ട് വരാട്ടോ. യു ആർ ഓൾവേസ് വെൽക്കം. ഏയ്, അത് ഞാൻ വെറുതെ. ഉച്ചയ്ക്ക് വരൂ സർ, ഇവിടെയാവാം ലഞ്ച്. ഇന്നാണെങ്കിൽ ഞാനും വീട്ടിലുണ്ടാവും. പാചകകലയിലെ എന്റെ കടുംകൈകൾ കൂടി അനുഭവിക്കാനുള്ള ഗോൾഡൻ ചാൻസ്. ഐ ആം റെഡി. പക്ഷെ ഇന്ന് വേണ്ട. എന്റെ കുക്കിംഗ് പേടിച്ചിട്ടാണോ? ഞാൻ ചുമ്മാ പറഞ്ഞതാ. അമ്മയാണ് ഇവിടുത്തെ മെയിൻ ഷെഫ്, ഞാൻ വെറും അപ്രന്റിസ്. അതുകൊണ്ടല്ല, എനിക്കിന്ന് ഉച്ചയ്ക്ക് ഒരു സംഗീത പരിപാടിയുണ്ട് അമൃത ഓഡിറ്റോറിയത്തിൽ. ആരുടേതാണ് സർ? രമേശ് നാരായണ. അദ്ദേഹത്തിന്റെ ഗസ്റ്റിൽ എവിടെയുണ്ടെങ്കിലും ഞാൻ പോവും. അദ്ദേഹത്തിന്റെ കട്ട ഫാന്. എത്ര മണിക്കാണ് സർ? 3 മണിക്ക്. അതെയോ? അമ്മയ്ക്കും ഇഷ്ടമാണ് ഗസൽ.
നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പൊയ്ക്കൂടെ? അവിടെ വന്നാ വൈകുന്നില്ല. എനിവേ താങ്ക്സ് ഫോർ ദ ഇൻവിറ്റേഷൻ. മേ ബി നെക്സ്റ്റ് ടൈം. ഷുവർ സർ, യു ആർ മോസ്റ്റ് വെൽക്കം. ഓക്കെ സർ, ബൈ. ബൈ. അമ്മേ, മോളെ നമുക്ക് ഒരുമിച്ച് കഴിക്കാട്ടോ. അതെ, ഇന്ന് ഉച്ചയ്ക്ക് നമുക്കൊന്ന് പുറത്തു പോയാലോ? എന്തിനാ മോളെ, ഇവിടെ ഒരു കുന്നു പണി കിടപ്പുണ്ട്. മോളെ, അപ്പോഴേക്കും പിണക്കമായോ? എന്നാ മോള് വിഷമിക്കണ്ട, നമുക്ക് പോവാം. എങ്ങോട്ടാ പോണ്ടേ? ഇവിടെ അടുത്ത് തന്നെ. മോളുടെ ഇഷ്ടം പോലെ. സോ സ്വീറ്റ്. അപ്പോ വൈകിട്ട് കാണാം. എന്ത് പറ്റി നിനക്ക്? വന്നപ്പോ മുതൽ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. എന്ത് പറ്റിയടാ, കാര്യം പറ. മുടിയൊക്കെ ദേ ചകിരി പോലെയായി. നിറച്ചു എണ്ണ വെച്ച് തരട്ടെ അമ്മ? വേണ്ടമ്മേ. എന്താടാ, തല മസാജ് ചെയ്യുന്നത് നിനക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. എന്താ ഇന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ പോന്നെ? ഞാൻ നേരത്തെ വന്നത് ബുദ്ധിമുട്ടായോ? എന്താടാ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഓഫീസിൽ എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ടല്ലേ? ഓഫീസിലല്ലല്ലോ അമ്മേ കുഴപ്പം. പിന്നെന്താടാ, നിളയോടുള്ള ദേഷ്യം മാറിയില്ലേ നിനക്ക്? അമ്മേ, ഞാൻ ഇവിടെയാ മോളെ. കിട്ടിയോ? അമ്മേ, ദാ സാധനം. കിട്ടിയല്ലേ? നിഖിൽ, ദാ നോക്കി. മോനെ നിക്കടാ. ഇവനിതെന്താ പറ്റി? അറിയില്ല മോളെ, വന്നപ്പോ മുതൽ ഇങ്ങനെയാ. ഓഫീസിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. സർ, ഈ ഫ്ലാറ്റ് നമ്പർ 6B. 6Bയോ? അവിടെ ആരാ കാണാനാ? മീര മാമിന്. കൊറിയർ ആണോ? അല്ല, ഈ എൻവലപ്പ് കൊടുക്കാനാ. ആരാ തന്നയിച്ചത്? അരവിന്ദ് രാജ. അതിങ്ങ് തന്നേക്ക്, ഞാൻ അവരുടെ മകനാ. ആ, ഓക്കെ. നിങ്ങൾ പൊക്കോ, ഞാൻ കൊടുത്തോളാം. ശരി.